ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വീണ്ടും ഈ പുണ്യസന്നിധിയിൽ എത്താൻ കഴിഞ്ഞത് ഗുരുവിന്റെ അനുഗ്രഹം, സജ്ജനങ്ങളുടെ അനുഗ്രഹം എല്ലാം ഒരു ഭാഗ്യമായിട്ട്, ഈശ്വരാനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പൃഥുവിന് സനത്കുമാരന്മാർ നൽകിയ ഉപദേശം, അതിലെ ചില ശ്ലോകങ്ങൾ നമ്മൾ കേട്ടു. സനത്കുമാരന്മാർ പറഞ്ഞു തുടങ്ങിയത്, രാജാവേ, അങ്ങേക്ക് ഭഗവാനിൽ ഭക്തിയുണ്ട്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, അനുഗ്രഹം, പുണ്യം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും നേടേണ്ടത് ആ ഭക്തി ആണ്. ആ ഭക്തി എങ്ങനെ ഉണ്ടാകും എന്നുള്ള വഴികളാണ്, അതിനുള്ള വഴികളാണ് 5 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്. അതിന് ശ്രദ്ധ ആദ്യമായിട്ട് പറഞ്ഞു. ഗുരു ഉപദേശങ്ങളിലുള്ള വിശ്വാസമാണ് ശ്രദ്ധ. നമ്മൾ ഗുരു സമക്ഷത്ത് എത്തിക്കഴിഞ്ഞാൽ ഗുരുവിന്റെയും അതുപോലെ ഗുരു ഉപദേശിക്കുന്ന ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രവാക്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം. ഭഗവത് ധർമ്മചര്യ, ഭാഗവത ധർമ്മം, അത് ഒരു ക്രമമായിട്ടുള്ള ജീവിത പദ്ധതിയാണ്. ഭാഗവതത്തിൽ മുഴുവനായിട്ട് ഉപദേശിക്കുന്ന ധർമ്മം എന്നുള്ളത് ഓരോ അവസ്ഥയ്ക്കും, ഓരോ കാലത്തിനും, ഓരോ ദേശത്തിനും ഒക്കെ അനുസരിച്ച് വേറെ വേറെ ധർമ്മങ്ങളുണ്ട്. എങ്കിലും അതിനൊക്കെ അപ്പുറത്ത് സാമാന്യമായിട്ട് ഏത് അവസ്ഥയിലും, ഏത് കാലത്തിലും, ഏത് ദേശത്തിലും അനുഷ്ഠിക്കേണ്ട സാമാന്യ ധർമ്മങ്ങളുണ്ട്. ഇതിനെയൊക്കെ ചേർത്തുകൊണ്ട് ഭാഗവതം, അതുപോലെ നമ്മുടെ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം, ഇതൊക്കെ ആത്യന്തികമായി ഉപദേശിക്കുന്നത് ജീവിത വിജയത്തിനായിട്ടുള്ള ആ ധർമ്മമാണ്. ഇങ്ങനെ ആ ഭഗവത് ധർമ്മചര്യ, യോഗനിഷ്ഠ, യോഗ മുതലായിട്ടുള്ള, യോഗാസനം മുതലായിട്ടുള്ള ഉപാസന രീതികള്, അതുപോലെ ഭഗവത് കഥയിലുള്ള ശ്രദ്ധ, ഭഗവത് കഥ കേൾക്കുക, പറയുക, ഇങ്ങനെ ധാരാളം വഴികൾ ഉപദേശിച്ചു. ആ ബ്രഹ്മത്തില് ദൃഢാരതിർ ബ്രഹ്മണി എന്ന് പറയും. ആ ബ്രഹ്മത്തിൽ രതി ഉണ്ടാവാൻ, ഇഷ്ടമുണ്ടാവാൻ, അതിൽ നിന്ന് വ്യതിരിക്തമായതിൽ അനിഷ്ടവും താല്പര്യക്കുറവ് ഉണ്ടാകാൻ എന്തൊക്കെ വഴികളാണ് ഉള്ളത് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞത്. ഇത് ഈ ഭക്തി സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലത്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. പല ഭക്തന്മാരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് ഭക്തി ഉണ്ടായി. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ആ ഭഗവാനിലേക്ക് ശ്രദ്ധ, സത്കാര്യങ്ങളിലേക്ക് താല്പര്യം ഉണ്ടാക്കുവാനുള്ള വഴികളാണ്, അതിന്റെ ഉപാസനാ പദ്ധതികളാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിലേക്ക് താല്പര്യമുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം?
എന്നുള്ളതാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് താല്പര്യമാണ്, ശ്രദ്ധയാണ്. നമുക്കിപ്പോ ഈ പുറത്തുള്ള എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധയുണ്ട്, പലതും വേണം എന്നുണ്ട്, പലയിടത്തും എത്തിച്ചേരണം എന്നുണ്ട്. അതിൽ നിന്ന് വിട്ടിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അതിൽ ആസക്തി ഇല്ലാതെയാക്കി തീർത്തിട്ട് എന്നുള്ള അർത്ഥം. അല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതും വേണ്ടി വരും. നമ്മൾ പല സ്ഥാനങ്ങള് വഹിക്കുന്നവരാണ്, പല റോളുകളിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അതൊക്കെ വേണ്ടി വരും. പക്ഷെ അതിനോടുള്ള അമിതമായ ആസക്തി ഇല്ലാതെയാവാൻ അത്രേ നമ്മൾ അർത്ഥം എടുക്കാവൂ. കാരണം ലൗകികന്മാര് പലതും ചെയ്യണം, അത് അവരുടെ ധർമ്മമാണ്. പല ധർമ്മങ്ങളും നമ്മൾ ചെയ്യണം. പക്ഷെ അതിലുള്ള അമിതമായ ആസക്തി ഇല്ലാതെയാവണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വാമിജി പറഞ്ഞതുപോലെ പരീക്ഷയിൽ ജയിക്കണം എന്നുള്ളത് ശരിയാണ്. വിദ്യാർത്ഥികൾ പഠിക്കണം, പരീക്ഷയിൽ ജയിക്കണം. പക്ഷേ അഥവാ തോറ്റാൽ ഇതൊക്കെ ഇല്ലാതെയായി, ഞാനില്ലാതെയായി, ഇനി വേണ്ട എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അത് അങ്ങനെ എത്തുന്നത് അതാണ്, ഈ ഒരു വിജയമാണ്. ഏതോ ഒരു പരീക്ഷയിലെ വിജയമാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അതാണ് ഞാൻ. അവിടെ തോറ്റാൽ പിന്നെ ഞാൻ ഇല്ലാതെയായി എന്നൊക്കെ കരുതുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അമിതമായ ആസക്തി ഇല്ലാതെയാവുക. അപ്പൊ ആ ഒരു ഘട്ടമാണ് ആദ്യം നമുക്ക് മറ്റ് വിഷയങ്ങളിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മത്തിലല്ലാതെ, ഭഗവാനിൽ അല്ലാതെ ഉള്ള വിഷയങ്ങളിലുള്ള സംഘം ഒഴിവാകുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക്, സൽക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് 26-ാമത്തെ ശ്ലോകമാണ് അടുത്തത്. യദാരതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നി. യദാരതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നി. നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം. യദാരതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നി. യദാരതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നി. നമുക്ക് ഒരു ശ്ലോകം കണ്ടാൽ അത് വായിച്ചിട്ട് ആദ്യം അതിലെ പദങ്ങളെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിലെ പദങ്ങൾ, പദച്ഛേദം എങ്ങനെയാണെന്ന് നോക്കാം. യഥാ രതിഹി എന്നാണ് രണ്ടാമത്തെ വാക്ക്. യഥാ രതിഹി ബ്രഹ്മണി നൈഷ്ഠികി പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹതി അവീര്യം. ദഹത്യവീര്യം എന്ന് ഒരുമിച്ച് പറയുന്നു. ദഹതി
അവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിം ഇവ ഉത്ഥിതഃ അഗ്നിഃ യോനിം ഇവ ഉത്ഥിതഃ അഗ്നിഃ ബ്രഹ്മണി നൈഷ്ഠികി രതിഃ യഥാ ഭവതി. ഇതിന്റെ അർത്ഥം ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അതായത് അന്വയം എന്ന് പറയും. നമ്മൾ ശ്ലോകം അത് ഗദ്യത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ചിലപ്പോ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. ചിലപ്പോ നമ്മള് അത് ഗദ്യ രൂപത്തിൽ പറയുമ്പോ ആദ്യം പറയേണ്ട വാക്ക് ശ്ലോകത്തില് അവസാനമായിരിക്കും ചിലപ്പോ ഉണ്ടാവുക. അപ്പൊ ഇവിടെ പറയുന്നത് ബ്രഹ്മണി നൈഷ്ഠികി രതിഃ യഥാ സ്യാത്. യഥാ എന്നുള്ളതിന് എപ്പോഴാണോ എന്നാണ് അർത്ഥം. യഥാ തഥാ, യഥാ എപ്പോഴാണോ, തഥാ അപ്പോൾ. യഥാ ബ്രഹ്മണി നൈഷ്ഠികി രതിഃ ഭവതി. ബ്രഹ്മത്തിലുള്ള നൈഷ്ഠികി രതിയാണ് വേണ്ടത് എന്ന് ഉപദേശം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു. ദൃഢാരതിർ ബ്രഹ്മണി നൈഷ്ഠികി എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ ബ്രഹ്മത്തില് ആ നൈഷ്ഠികയായിട്ടുള്ള രതി ഉണ്ടാകുന്നത്. അവിടെ നൈഷ്ഠികി എന്നുള്ള വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതും മുമ്പ് പറഞ്ഞതാണ്. ഒരു നിഷ്ഠയോടുകൂടിയ ഭക്തി, ഇഷ്ടം. അപ്പൊ നിഷ്ഠ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വേണ്ടതാണ്. അത് ലൗകികമായാലും ഇനി അല്ലാത്ത കാര്യങ്ങൾ, വൈദികമായിട്ടുള്ള കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളായാലും നിഷ്ഠ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു ഉപാസകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു കൃത്യമായിട്ടുള്ള രീതി പിന്തുടരുക, ആ ചിട്ടയോടുകൂടി ആ ഉപാസനയെ പിന്തുടരുക എന്നുള്ളത്. നൈഷ്ഠികി രതിഃ, ആ നിഷ്ഠയോടുകൂടിയ രതി എപ്പോഴാണോ, യഥാ ഭവതി തഥാ. അപ്പൊ എന്ത് വേണം? ആചാര്യവാൻ പുമാൻ. ആ സമയത്ത് ആചാര്യവാനായിട്ടുള്ള മനുഷ്യൻ, ആചാര്യനോട് കൂടിയ മനുഷ്യൻ. അപ്പൊ ഈ ബ്രഹ്മണി ദൃഢാരതിഃ യഥാ ഭവേത്. ആ ദൃഢമായ രതി ഉണ്ടാകുമ്പോൾ ഒരു ഗുരുവിന്റെ അടുത്തേക്ക് പോകണം, ഗുരുവിനെ സമീപിക്കണം. മുണ്ടകോപനിഷത്തില് പറയും സമിപ്പാണിഹി, സമിപ്പാണിയായിട്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോകണം. എങ്ങനെയാണ്? സംസാരാനല സന്തപ്തോ പ്രദീപ്ത രാശി പ്രദീപ്താഗ്നിഹി ജലരാശിമിവ എന്നൊക്കെ പറയും. അതായത് ഗുരുവിനെ കാണുന്നത് എപ്പോഴാണ്? ഈ സംസാരം, ഈ ലോകം ഒരു തീയ് പോലെ പൊള്ളിക്കുന്നത് പോലെ തോന്നുമ്പോഴാണ്. നമുക്കറിയാം മഹാത്മാക്കളൊക്കെ ഇതൊക്കെ കണ്ട് മടുത്തിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നുമല്ല വേണ്ടത്, ഇതൊക്കെ നിസ്സാരമാണ് എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉപനിഷത്തുകളിൽ പറയും, അധികാരി ഭേദം പറയുമ്പോഴൊക്കെ പറയും, അതായത് എപ്പോഴാണ് വേദാന്ത വിദ്യക്ക് ഒരാൾ അധികാരിയാവുന്നത്? നിത്യാനിത്യ വസ്തു വിവേക എന്നൊക്കെ പറയും. എന്താണ് നിത്യം, എന്താണ് അനിത്യം എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം. അപ്പൊ ഇപ്പൊ നമ്മള് ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും നിത്യമല്ല, അതൊക്കെ അനിത്യമാണ്. അപ്പൊ അനിത്യമായതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് നിത്യമായതിനെ കിട്ടണം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതൊന്നും നിത്യമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണോ നിത്യം അതിനെ നേടാൻ വേണ്ടിയിട്ട് ഗുരുവിന്റെ അടുത്തേക്ക്, അതറിയാൻ വേണ്ടിയിട്ട്, ആ വിദ്യയാണ് ആ ബ്രഹ്മവിദ്യ, വേദാന്തം, അത് അറിയാൻ വേണ്ടിയിട്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു.
ഇപ്പോ സമിപ്പാണിയായിട്ട് ദർഭപ്പുല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് ഗുരുവിന്റെ അടുത്തേക്ക് പോകണം എന്നാണ്. ഈ തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം അന്വേഷിച്ചു പോകുന്നത് പോലെ. അപ്പൊ അതിന് എത്രത്തോളം തീവ്രത ഉണ്ടാവും? തലയ്ക്ക് ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എന്തൊരു വ്യഗ്രത, എന്തൊരു ഓട്ടമായിരിക്കും. ആ ഒരു മനോഭാവമാണ് ഈ ഒരു ഉപാസനയില്, ഈ അന്വേഷണത്തില് നമുക്ക് വേണ്ടത്. നമുക്ക് ശരിക്ക് നമുക്കിപ്പോ ഇങ്ങനെ പൊള്ളുകയാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പൊള്ളലൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോ ചെറിയ ചില സുഖങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധികമുള്ള ദുഃഖം സഹിക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ സുഖവും ദുഃഖവും ഒന്ന് അളന്ന് നോക്കിയാൽ വളരെ ചെറിയ ഒരു സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മള് പലതിനെയും ആശ്രയിക്കുകയാണ്. ഭാര്യ, ഭർത്താവ്, മക്കള്, അതുപോലെ മറ്റ് വിഷയവസ്തുക്കള്, അതൊക്കെ സുഖം തരും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഈ സുഖം തരുന്നതൊക്കെ സുഖത്തെക്കാളേറെ നമുക്ക് ദുഃഖവും വേവലാതിയും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ നിസ്സാരത മുഴുവനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആചാര്യന്റെ അടുത്തേക്ക് പോകുന്നു. ഇതൊന്നൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, ആ നിത്യമായതിനെ അറിയാൻ വേണ്ടിയിട്ട് ആചാര്യന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ആചാര്യവാൻ ആയി കഴിഞ്ഞാൽ ജ്ഞാനവിരാഗരംഹസ, ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ശക്തി കൊണ്ട്. അപ്പൊ ആചാര്യനെ കണ്ടെത്തുന്നു. ആചാര്യനെ കണ്ടെത്തുക എന്നും അങ്ങോട്ട് തീർത്ത് പറയാൻ വയ്യ. ആ സമയമായാൽ ആചാര്യൻ എത്തും. അങ്ങനെ രണ്ട് തരത്തിലും പറയാം. ഗുരുവും ശിഷ്യനും എന്നുള്ളത്, ശിഷ്യന് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പൊ ഗുരുവിനെ ശിഷ്യൻ കണ്ടെത്തും എന്നും പറയാം, ഗുരു ആ സമയത്ത് എത്തും എന്നും പറയാം. ഇങ്ങനെ ആചാര്യവാനായിട്ട് ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ശക്തി കൊണ്ട് ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന പരമമായിട്ടുള്ള ജ്ഞാനം. അപ്പൊ നമുക്ക് പല അറിവുകളും ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ അറിയാം, പലതിനെ പറ്റിയും അറിയാം. പക്ഷെ അതൊക്കെ അപരാവിദ്യ എന്ന് പറയും. വെറും താൽക്കാലികമായിട്ടുള്ള അറിവുകൾ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അറിവുകൾ. അതൊന്നും നമ്മളെ ആത്യന്തികമായിട്ട് രക്ഷിക്കാൻ പ്രാപ്തമല്ല. അതുകൊണ്ട് ആ പരമമായിട്ടുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും, ആ ജ്ഞാനത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? വൈരാഗ്യം ഉണ്ടാകുന്നു. ഈ ജ്ഞാനം വൈരാഗ്യം എന്നുള്ളത് ഈ പരസ്പര പൂരകങ്ങളാണ്. വൈരാഗ്യം വന്നതിന് ശേഷമാണ് ഗുരുവിനെ തേടിയിട്ട് ഇറങ്ങുന്നത്. ആ ഗുരുവിന്റെ അടുത്തെത്തിയാൽ ആ ജ്ഞാനം കൊണ്ട് വൈരാഗ്യം ഉണ്ടാവുകയും വൈരാഗ്യം ശക്തിപ്പെടുകയും ചെയ്യുന്നു. അത് പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് ജ്ഞാന വൈരാഗ്യം. ഭാഗവതത്തിന്റെ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടാവും, ഭക്തിയുടെ മക്കളായിട്ട് ജ്ഞാന വൈരാഗ്യങ്ങൾ. അപ്പോ സഹോദരന്മാരാണ്. ഗുരുവിന്റെ അടുത്തെത്തി ഈ ജ്ഞാനവും വൈരാഗ്യവും സിദ്ധിക്കുന്നു. അതിന്റെ ശക്തി കൊണ്ട്, ആ ജ്ഞാന വൈരാഗ്യങ്ങളുടെ ശക്തി കൊണ്ട് പഞ്ചാത്മകം ജീവകോശം അവീര്യം, പഞ്ചാത്മകമായിട്ടുള്ള ജീവകോശത്തെ, ഈ പഞ്ചാത്മകം എന്നുള്ളതിന് 5 തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എന്ന് പറയാം. അങ്ങനെയുള്ള ജീവകോശം, ജീവകോശം എന്നുള്ളതിന് അന്ധക്കരണം എന്ന് പറയാം. അത് ശാസ്ത്രം പഠിക്കുന്നവര് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അന്ധക്കരണം എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സ്, ബുദ്ധി ഇവയൊക്കെ ചേർന്നിട്ടുള്ളതാണ് അന്ധക്കരണം. ആ അന്ധക്കരണത്തെ അവീര്യം, വീര്യമില്ലാതെ ആക്കി തീർത്തിട്ട്, അതിന്റെ വീര്യത്തെ നശിപ്പിച്ചിട്ട്, അതിന്റെ വീര്യം ഇല്ലാത്ത രീതിയിലാക്കിയിട്ട് ഉത്ഥിതഃ അഗ്നിഹി യോനിം ഇവ, ഈ ഉയർന്ന് ആളിക്കത്തുന്ന അഗ്നി അതിന്റെ യോനിയെ തന്നെ, യോനി എന്ന് വെച്ചാൽ അതിന്റെ ഉൽപ്പത്തി സ്ഥാനം, അതായത് എന്തിനാലാണോ ആ അഗ്നി അത് ജ്വലിക്കുന്നത് അതിനെ തന്നെ
ദഹതി ദഹിപ്പിക്കുന്നു. അപ്പൊ നമ്മള് തീ വിറകിന്റെ ശക്തി കൊണ്ട്, അതായത് വിറക് കൊണ്ടാണ് തീ കത്തിക്കുന്നത്. വിറകില്ലെങ്കിൽ തീ കത്തിക്കാൻ കഴിയില്ല. അപ്പൊ വിറകുള്ളത് കൊണ്ടാണ് തീ കത്തുന്നത്. എന്നാൽ പിന്നീട് എന്താണ്, തീ കത്തി 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 ആ വിറക് തന്നെ ഇല്ലാതെയാവുന്നു. അതുപോലെ ഈ അന്ധകരണത്തെ, ആ ജ്ഞാന വൈരാഗ്യങ്ങള് വീര്യമില്ലാതെയാക്കുന്നു, ശക്തി ഇല്ലാതെയാക്കുന്നു, ആ അന്ധകരണത്തെ ഇല്ലാതെ ആക്കുന്നു. അപ്പൊ ഇവിടെ പഞ്ചാത്മകം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 5 തരത്തിലുള്ള ക്ലേശങ്ങളുണ്ട്. ഈ ക്ലേശങ്ങളെ കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതെന്തൊക്കെയാണെന്ന് യോഗശാസ്ത്രത്തിലെ പറയും. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന് പറയും. അവിദ്യയാണ് ഒന്നാമത്തത്. അതായത് വിദ്യ എന്താണെന്ന് നമുക്കറിയാം. അതിന് വിപരീതമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളില് അവിദ്യയാണ് ഉള്ളത്. എന്താണോ സത്യമായിട്ടുള്ളത് അതിനെ നമ്മൾ അറിയാതെ ഈ ഇല്ലാത്തതിനെ ഒക്കെ നമ്മൾ അറിയുന്നു. സത്യമായിട്ടുള്ള ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ പിന്നെ ഈ ബ്രഹ്മമല്ലാതെ ഇവിടെ വേറൊന്നും ഇല്ല, പക്ഷെ മറ്റതൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ബ്രഹ്മമുണ്ടോ അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ ഇവിടെ മരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മണ്ണുണ്ടോ? ഉണ്ട്. മനുഷ്യനുണ്ടോ? ഉണ്ട്. പക്ഷിയുണ്ടോ? ഉണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല. ഇങ്ങനെ നേരെ വിപരീതമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് അവിദ്യ. അതായത് യഥാർത്ഥമായിട്ടുള്ള നമുക്ക് ഗുരുക്കന്മാർ ഉപദേശിച്ച് തരുന്ന ആ വിദ്യക്ക് വിപരീതമായിട്ടുള്ളത്, അതാണ് അവിദ്യ. അസ്മിത എന്ന് വെച്ചാൽ, അസ്മി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഉണ്ട്. അഹം അസ്മി, ഞാൻ ഉണ്ട്. അപ്പൊ അസ്മിത എന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ള ഒരു ഭാവമാണ്. ഞാൻ എന്നുള്ള ഭാവം വലിയ അർത്ഥത്തിലാവുകയാണ് വേണ്ടത്. അതായത് എല്ലാം ഞാനാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തുക. ഈ പ്രപഞ്ചത്തില് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാനാണ് എന്നുള്ള ഭാവത്തിൽ എത്തിയാൽ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊക്കെ തീർന്നു. പക്ഷേ ഇവിടെ പറയുന്ന ഈ ഞാൻ എന്നുള്ള ഭാവം ആ വലിയ അർത്ഥത്തിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ഞാൻ എന്നുള്ള ഭാവം എന്താണ്? വളരെ സങ്കുചിതമാണ്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ വസ്ത്രം, ഇങ്ങനെ ചില വസ്തുക്കളില് ഒതുങ്ങിപ്പോകുന്നു നമ്മുടെ ഞാൻ. ആ ഞാൻ എന്നുള്ള ഭാവമാണ് അസ്മിത. അപ്പൊ ഇങ്ങനെ ഒതുങ്ങി പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതല്ലാത്തതൊക്കെ ഞാനല്ല, അതിന് വിപരീതമായിട്ടും തോന്നുന്നു. അപ്പൊ എൻ്റെ കുടുംബത്തിന് നല്ലത് വന്നാൽ മാത്രം സന്തോഷം, എൻ്റെതല്ലാത്ത കുടുംബത്തിന് നല്ലത് വന്നാൽ അത്ര സന്തോഷമൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് ദുഃഖം ഉണ്ടാവും. ഇങ്ങനെ ഈ ഞാൻ എന്നുള്ള സങ്കുചിതമായിട്ടുള്ള ഭാവം, അപ്പൊ ഞാൻ അല്ലാത്തത് വേറെ ഉണ്ടാകുന്നു. ആ ഒരു ഭാവമാണ് അസ്മിത. അപ്പൊ ഈ ഞാനും ഞാൻ അല്ലാത്തതും ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഗദ്വേഷങ്ങള് ഉണ്ടാകും. ചിലതിനോട് രാഗം, ചിലതിനോട് ദ്വേഷം. അപ്പൊ എന്താണോ നമുക്ക് അനുകൂലമാണെന്ന് നമുക്ക് തോന്നുന്നത് അതിനോട് ഒരിഷ്ടം ഉണ്ടാകും, രാഗം. അപ്പൊ നല്ലതാണ്, എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതിനോട് ഇഷ്ടം, എന്നെ അനുകൂലിക്കുന്നു, എന്റേതാണ് എന്ന് തോന്നുന്നതിനോടുള്ള ഒരു ഇഷ്ടം, അത് രാഗം. ഇനി അതല്ല, ഇതെനിക്ക് പ്രതികൂലമാണ്, ഇത് എന്റേതല്ല, എനിക്ക് ചേരില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ലതല്ല എന്ന് തോന്നുന്നതിനോട് ദ്വേഷവും ഉണ്ടാകും. അപ്പൊ അടുത്ത 2 ദോഷങ്ങൾ രാഗം, ദ്വേഷം. പിന്നെ 5-മത്തതായിട്ട് അഭിനിവേശം പറയും. അഭിനിവേശം എന്ന് നമ്മൾ മലയാളത്തിൽ ഇപ്പൊ സാധാരണ ഒരു വല്ലാത്ത ഇഷ്ടം, ആഗ്രഹം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയാറ്. ഇവിടെ യോഗശാസ്ത്രത്തിൽ പറയുന്ന അഭിനിവേശം അതല്ല. നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. മരണം, പ്രധാനമായിട്ട് മരണം.
അപ്പോ എന്തൊക്കെ പഠിച്ചിട്ടും എന്തൊക്കെ കണ്ടെത്തിയിട്ടും അതെന്താണ്, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും ആർക്കും ഇതുവരെ അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഭയമാണ് അഭിനിവേശം. ഈ 5 ക്ലേശങ്ങളാണ് നമ്മളെയൊക്കെ ഭരിക്കുന്നത്. ആദ്യം തന്നെ അവിദ്യ. ഇവിടെ ജനിച്ച് വീണപ്പം മുതല് നമുക്കിങ്ങനെ ഈ അവിദ്യ തന്നെയാണ്. സത്യമായതിനെ അറിയാതിരിക്കുകയും അസത്യമായതിനെ ഉണ്ട് ഉണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ അറിയുകയും ചെയ്യുന്നതാണ് അവിദ്യ. അസ്മിത, ഈ ഞാൻ എന്നുള്ള ഭാവം. നമ്മള് ഈ ജനിച്ച് വീഴുന്ന കുട്ടികളോട് നമ്മൾ തന്നെയാണ് മുതിർന്നവര് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അതെന്റെ, പലപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളോട് അറിഞ്ഞും അറിയാതെയും ഒക്കെ ഭക്ഷണം കഴിപ്പിക്കുമ്പോ പോലും ധാരാളം കുട്ടികളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, വേഗം കഴിച്ചോളൂ നിന്റെയാണ്, അല്ലെങ്കിൽ അവനെടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിപ്പിക്കാറ്. സത്യം പറഞ്ഞാൽ വേറെ പല വഴികളും ഉണ്ട് കഴിപ്പിക്കാൻ, പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ എന്റെ നിന്റെ എന്നൊക്കെയുള്ള ആ ഒരു ഭാവം നമ്മളിങ്ങനെ ചെറുതാവുമ്പം മുതല് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അസ്മിത എന്നുള്ള ഭാവം. പിന്നെ രാഗം, ദ്വേഷം. അനുകൂലമായതിനോട് രാഗം, പ്രതികൂലമായതിനോട് ദ്വേഷം. അഭിനിവേശം. ഇനി ഇതൊക്കെ ഈ നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതൊന്നൊക്കെ രക്ഷപ്പെടാൻ എനിക്ക് പറ്റും എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഇനിയിപ്പോ എനിക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, എന്ത് ചെയ്യും എന്ന് അറിയാത്ത, അതിനോടുള്ള ഭയമാണ് അഭിനിവേശം. ഇങ്ങനെയുള്ള 5 ക്ലേശങ്ങൾ. അപ്പൊ ഇത് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ പഞ്ചക്ലേശങ്ങൾ. ഇനി ഈ പഞ്ചാത്മകം എന്നുള്ളതിനെ വേണമെങ്കിൽ പഞ്ചകോശങ്ങൾ ചേർന്നിട്ടുള്ള ശരീരം എന്ന് വ്യാഖ്യാനിക്കാം എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ പഞ്ചഭൂതാത്മകമായ അന്ധകരണം, ശരീരം എന്നൊക്കെ വ്യാഖ്യാനിക്കാം എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പഞ്ചക്ലേശാത്മകമായിട്ടുള്ള ഈ ഒരു അന്ധകരണത്തെ നശിപ്പിക്കുന്നു ഈ ജ്ഞാന വൈരാഗ്യങ്ങൾ. എങ്ങനെയാണോ നമ്മളൊരു വിറക് ഉപയോഗിച്ച് അഗ്നി ജ്വലിപ്പിച്ച് ആ അഗ്നി പിന്നീട് നന്നായിട്ട് ജ്വലിച്ച് ആ വിറകിനെ തന്നെ ഇല്ലാതാക്കുന്നത്, അതുപോലെ നമ്മുടെ ഈ അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാന വൈരാഗ്യങ്ങൾ ആ അന്ധകരണത്തെ തന്നെ ഇല്ലാതാക്കുന്നു. ആചാര്യവാനായിട്ടുള്ള പുരുഷന്റെ അന്ധകരണത്തെ ഇല്ലാതാക്കുന്നു. അതായത് ഗുരുപദേശം കിട്ടിയ, ഗുരുവിന്റെ അടുത്ത് അഭ്യസിക്കുന്ന ഉപാസകന്റെ. അപ്പൊ അവിടെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു ഗുരു ആവശ്യമാണ്. എന്നല്ല, ഗുരുവില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. നമ്മൾ പഠിച്ച ഓരോ കാര്യത്തിനും, അത് ഈ ആധ്യാത്മിക കാര്യങ്ങളാവണമെന്നൊന്നുമില്ല, എന്ത് കാര്യം ആയാലും നമ്മൾ പഠിച്ച ഓരോന്നിനും ഗുരു ഉണ്ട്. അപ്പൊ ആ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ആചാര്യവാനായിട്ടുള്ള ആളുകളുടെ ആ അന്ധകരണത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നു. ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. യദാരതിർ ബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനി വിബോധിതോഗ്നി. അപ്പൊ ഇവിടെ ഈ അന്ധകരണം ഇല്ലാതെയാവും എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അങ്ങനെ ഇല്ലാതെ ആയാൽ എന്താണ് എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തില്. ദഗ്ധാശയോ മുക്ത സമസ്ത തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോര്യവധാനം പുരസ്താത്
സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ ദഗ്ധാശയോ മുക്തസമസ്തതദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോര്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ ദഗ്ധാശയോ മുക്തസമസ്തതദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോര്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ ദഗ്ധാശയോ എന്നുള്ളത് നമ്മള് ഗദ്യമാക്കിയിട്ട് പറയുമ്പോൾ ദഗ്ധാശയ എന്നാണ് വരിക. ഈ ദഗ്ധാശയ എന്നുള്ളതിലെ വിസർഗം ഉണ്ടല്ലോ, വിസർഗം എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനം ഹ എന്ന് ഉച്ചരിക്കുന്നത്, അത് മറ്റ് ചില അക്ഷരങ്ങളോട് കൂടിച്ചേരുന്ന സമയത്ത് ഓ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ദഗ്ധാശയ എന്നുള്ള വാക്ക് ഈ പദ്യത്തില് അത് കഴിഞ്ഞിട്ട് മുക്ത സമസ്ത തദ്ഗുണ എന്നാണ്. അപ്പൊ ആ മാ എന്നുള്ള അക്ഷരം അത് കഴിഞ്ഞ് വരുമ്പോഴ് ഓ ആയിട്ട് മാറുകയാണ്. ദഗ്ധാശയ മുക്ത സമസ്ത തദ്ഗുണ നൈവ ആത്മനഃ ബഹിഹി അന്തഃ വിചഷ്ടേ. ബഹിഹി അന്തഃ വിചഷ്ടേ. പരാത്മനഃ യത് വ്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷഃ തദ്വിനാശേ. അപ്പൊ അന്ധകരണം നശിക്കുന്നു, ആ ജ്ഞാന വൈരാഗ്യങ്ങൾ അന്ധകരണത്തെ തന്നെ ഇല്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദഗ്ധാശയ, ആശയ എന്നുള്ളതിന് അന്ധകരണം എന്നുള്ള അർത്ഥം നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ജനനി നവരത്ന മഞ്ജരിയില് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ എന്നാശയം എന്നുള്ള ഒരു വരി കാണാം. മൂന്നാമത്തെ വരിയില് എന്നാശയം ഗതിവേറും എന്നുള്ള ഒരു വാക്ക് കാണാം. ആശയം എന്നുള്ളതിന് ഹൃദയം, അന്ധകരണം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ ആ ദഹിച്ച് കഴിഞ്ഞിട്ടുള്ള ആശയം, ദഗ്ധമായിട്ടുള്ള നശിച്ചു കഴിഞ്ഞിട്ടുള്ള ആശയത്തോട് കൂടിയ ആൾ, അതാണ് ദഗ്ധാശയ. ഈ നശിച്ച അന്ധകരണത്തോട് കൂടിയിട്ടുള്ള ആൾ. അതുപോലെ മുക്ത സമസ്ത തദ്ഗുണ, മുക്തം എന്ന് വെച്ചാൽ ഒക്കെ ഒഴിവായ, മുക്തമായിട്ടുള്ള സമസ്ത തദ്ഗുണ. തദ്ഗുണ എന്ന് വെച്ചാൽ അതിന്റെ ഗുണങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ഈ അന്ധകരണത്തിന്റെ എല്ലാ ഗുണങ്ങളും മുക്തമായി കഴിഞ്ഞ, മോചിപ്പിച്ചു കഴിഞ്ഞ, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള, ഇല്ലാതെ ആയിട്ടുള്ള ആള്. ഗുണം എന്നുള്ളതിന് സംസ്കൃതത്തില് സ്വഭാവം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് അതിന്റെ ആ ഒരു പ്രകൃതം എന്നുള്ള അർത്ഥം. ഇപ്പൊ ജലത്തിന്റെ ഗുണമാണ് തണുപ്പ്, അഗ്നിയുടെ ഗുണമാണ് ചൂട്, ആ ഒരു അർത്ഥമാണ് ഗുണം എന്നുള്ളത്. ഇപ്പൊ അന്ധകരണത്തിന്റെ എല്ലാ ഗുണങ്ങളും, അതിന്റെ എല്ലാ പ്രകൃതവും, അതിന്റെ എല്ലാ സ്വഭാവവും ഒക്കെ ഇല്ലാതെയായി കഴിഞ്ഞ ആള്, മുക്ത സമസ്ത തദ്ഗുണ. ആദ്യം ദഗ്ധാശയ, അന്ധകരണം നശിച്ചു. അന്ധകരണം നശിച്ചതോടുകൂടി മുക്ത സമസ്ത തദ്ഗുണ, അതിന്റെ ആ എല്ലാ ഗുണങ്ങളും ഇല്ലാതെയായി. അങ്ങനെയുള്ള ആള് ആത്മനഃ ബഹിഹി അന്തഃ ച ന
വിചഷ്ടേ. ആത്മനഃ ബഹിഃ അന്തഃ ച. ആത്മാവിൽ നിന്ന് പുറത്തായിട്ടും അകത്തായിട്ടും ന വിചഷ്ടേ, ഒന്നും തന്നെ കാണുന്നില്ല. അതായത് തന്നിൽ നിന്ന് അകത്ത് ആയിട്ടും പുറത്തായിട്ടും ഒന്നും തന്നെ കാണുന്നില്ല. അതായത് ഒന്ന് തന്നെ ഉള്ളൂ, ആ ആത്മാവ് അല്ലെങ്കിൽ ആ ബ്രഹ്മം, അത് ഒന്ന് തന്നെ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ പുറത്തും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. ആത്മനഃ ബഹിഃ അന്തഃ ച ന വിചഷ്ടേ. ഇനി മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ രണ്ട് ഉണ്ടായത് കൊണ്ടാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്, എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന, അതായത് പരഹ ആത്മനഃ ച യത് വ്യവധാനം, മുമ്പ്, പുരസ്താദ്, പുരസ്താദ് എന്നുള്ളതിന് മുമ്പ് എന്നുള്ള അർത്ഥം. എന്തൊന്നാണോ പുരസ്താദ് പരഹ ആത്മനഃ ച വ്യവധാനം ആസീത്, മുമ്പ് ഈ സ്വന്തം ആത്മാവിനും അതല്ലാതെ ഉള്ളതിനും, അതിൽ നിന്ന് അന്യമായിട്ടുള്ളതിനും യത് വ്യവധാനമാസീത്. വ്യവധാനം എന്നുള്ളതിന് മറവ് എന്നാണ് അർത്ഥം. അതായത് മറയ്ക്കുക എന്ന് വെച്ചാൽ എന്താ, അതിനെ രണ്ടിനെ വേർപെടുത്തുക. അപ്പൊ തന്നിൽ നിന്നും തനിക്ക് പുറത്ത് നിന്നും, അതായത് ആത്മാവിൽ നിന്നും അതിന് പുറത്ത് നിന്നും അതിനെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ രണ്ടാക്കിക്കൊണ്ട് വേർപെടുത്തി കാണിക്കുന്ന എന്താണോ മുമ്പ് ഉണ്ടായിരുന്നത്, അത് വിനാശ, അത് നശിക്കും. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തദ്വിനാശേ, അത് നശിക്കുന്ന സമയത്ത് സ്വപ്നേ യഥാ പുരുഷഃ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷൻ, മനുഷ്യൻ, ഇപ്പൊ പെട്ടെന്ന് ആ സ്വപ്നം ഇല്ലാതെയായാൽ, പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ മുമ്പ് എന്തൊരു മറവാണോ ഇതിന് രണ്ടിനും ഇടയിൽ ഉണ്ടായിരുന്നത്, അത് ഇല്ലാതെയാകുന്നു. ഇപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. നമ്മള് ചിലപ്പോ നല്ല സ്വപ്നമായിരിക്കും, ചിലപ്പോ ഒരു സങ്കടം ഉണ്ടാക്കുന്ന സ്വപ്നമായിരിക്കും. അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മൾ ആ സ്വപ്നത്തില് പലതും അനുഭവിക്കാറുണ്ട്, നല്ലതും ചീത്തയുമായിട്ട് അനുഭവിക്കും. ചിലപ്പോ നല്ല സദ്യ കഴിക്കുന്നതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മളെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഉണർന്ന് ഒന്നുമില്ലാതെ ആവുന്നത്. ഒന്നുമില്ല, ഇതുവരെ കണ്ടിരുന്ന ആ അനുഭവിച്ചിരുന്ന സന്തോഷം ഒന്നുമില്ല, നമ്മളെവിടെയോ എത്തി എന്നൊക്കെ വിചാരിച്ചിരുന്നു, ഒന്നുമില്ല, നമ്മൾ സാധാരണ പോലെ നമ്മുടെ ആ കട്ടില് കിടക്കുകയാണ്. ഇനിയിപ്പോ ചിലപ്പോ ദുഃഖം ഉണ്ടാക്കുന്നതായിരിക്കും, പേടിപ്പിക്കുന്നതായിരിക്കും. പലപ്പോഴും ഞാനൊക്കെ ഈ കരഞ്ഞു പിടിച്ചിട്ടൊക്കെ ഉണ്ട് സ്വപ്നം കണ്ടിട്ട്, ഉച്ചത്തില് ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഉണർന്ന് നോക്കുമ്പോ നമ്മൾ ആകെ ഇങ്ങനെ പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുന്ന നമ്മള് ഉണർന്ന് നോക്കുമ്പോ ഒന്നുമില്ല, വളരെ സുഖമായിട്ട് സുരക്ഷിതമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ പേടിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അതൊന്നും അനുഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ചിലപ്പോ നമ്മൾ ആ ഉണർന്ന് നോക്കുമ്പോ നമ്മളിങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നുണ്ടാവും, നമ്മൾ വിയർത്തിട്ടുണ്ടാവും. ഇനി സന്തോഷമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നല്ലോണം സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോ അതിന്റെ ആ സ്വപ്നത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ നമ്മള് കുറച്ചൊന്ന് ഉണർന്നു വരുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ വിചാരിക്കും ഉണരണ്ട, ഇങ്ങനെ ഉറങ്ങിപ്പോയാ മതിയായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ട്, പേടി ഉണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, ഒന്നുമില്ല, ഈ വികാരങ്ങളോ ഒന്നുമില്ലൊക്കെ പോയി. അപ്പം മനസ്സിലാവും എന്ത്, അതൊക്കെ സ്വപ്നമായിരുന്നു, ഒന്നുമില്ലാത്തതായിരുന്നു. ആ സദ്യ ഉണ്ടായിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തും നമ്മൾ എത്തിയിട്ടില്ല, നമ്മളെ പേടിപ്പിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ ആരും ഇല്ലായിരുന്നു, ആ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. അപ്പൊ അതുപോലെ ഉള്ളൂ എന്ത്,
ഈ ജ്ഞാന വൈരാഗ്യങ്ങളുടെ ശക്തി കൊണ്ട് ആ അന്ധകരണം നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വപ്നം കണ്ടതിന് ശേഷം ഉള്ള ആ അനുഭവം പോലെ ഉള്ളൂ. പക്ഷേ ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല സ്വപ്നാണെന്ന്. അപ്പൊ നമ്മള് പലപ്പോഴും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ചിലപ്പോ നമുക്ക് വിചാരിക്കാത്ത, ഇപ്പൊ നമ്മുടെ ആരുടെയെങ്കിലും ഇഷ്ടപ്പെട്ട ആളുടെ മരണമൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ട് അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച ആ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് അറിയില്ല. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് എന്ന് തോന്നുന്ന വസ്തുക്കള്, ഈ ലോകം ഇപ്പൊ എന്റേതാണെന്നും എന്റേതല്ല എന്നും രണ്ട് രീതിയിൽ കണ്ടിട്ട് എന്തൊക്കെയാണോ നമ്മൾ അനുകൂലം എന്നും പ്രതികൂലം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് എന്നുള്ള ഭാവമാണ് നമുക്ക് എല്ലാ വിഷമങ്ങളും ഉണ്ടാക്കുന്നത്. ഈ അനുകൂലവും പ്രതികൂലവും എന്നുള്ള ദ്വന്ദ്വം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് പ്രയാസം. ചിലതൊക്കെ കാണുമ്പോൾ സന്തോഷം, ചിലത് കാണുമ്പോൾ സങ്കടം, ചിലത് കാണുമ്പോൾ ദേഷ്യം. അപ്പൊ ഇങ്ങനെ വേറെ 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 ആയിട്ട് കാണുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ആ ജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് അന്ധകരണം നശിച്ചു കഴിഞ്ഞാൽ ഈ മറവ് ഇല്ലാതെയാവുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടിനെയും വേർപെടുത്തുന്ന, ഞാൻ എന്നും ഞാൻ അല്ലാത്തത് എന്നും വേർതിരിക്കുന്ന ആ വ്യവധാനം, ആ മറവ്, രണ്ടിനെയും മറച്ചിരുന്ന ആ അന്ധകരണം, ആ ഉപാധി, അത് മാറ്റിക്കഴിഞ്ഞാൽ, അതില്ലാതെ ആയാൽ നമുക്ക് ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ആയിരുന്നു. അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തിനാ വെറുതെ കരഞ്ഞത്, എന്തിനായിരുന്നു ഇങ്ങനെ ഇത്ര സന്തോഷിച്ചത്, ഓ അവിടെ എത്തി എന്നൊക്കെ വിചാരിച്ചു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ തോന്നും ഉണർന്നു കഴിഞ്ഞാല്. അപ്പൊ അതുപോലെ ഇതൊക്കെ നിസ്സാരമായിരുന്നു. ഇങ്ങനെ നമ്മള് ആകെ വിഷമിച്ചതും സന്തോഷിച്ചതും എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടി തളർന്നതും, ഇതൊക്കെ എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ ഓടി നടന്നതും, അതൊക്കെ ഒരു സ്വപ്നം പോലെ ആയിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ വ്യർത്ഥമായിരുന്നു എന്നുള്ള തലത്തിലേക്ക് എത്തുന്നു. സ്വപ്നേ യഥാ പുരുഷഃ തദ്വിനാശേ. ഇവിടെ തദ്വിനാശേ എന്ന് പറയുന്നത് അന്ധകരണസ്യ വിനാശേ. ആ അന്ധകരണം ഇല്ലാതെ ആവുന്ന സമയത്ത് സ്വപ്നം കണ്ട് ഉണർന്ന ആളെ പോലെ മുമ്പുണ്ടായിരുന്ന മറവ് ഇല്ലാതെ ആവുന്നു, മുമ്പുണ്ടായിരുന്ന വ്യത്യാസം ഇല്ലാതെ ആവുന്നു. ഇപ്പൊ ഞാൻ എന്നുള്ളതിന് ഒന്നായിട്ടും ഞാൻ അല്ലാത്തതിനെ വേറൊന്നായിട്ടും കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ മറയ്ക്കുന്നതിനെ ഇല്ലാതാക്കുക, ഈ രണ്ടായിട്ട് നമ്മള് കാണുന്നതിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഗുരുപദേശം കൊണ്ട് സാധിക്കുന്നത്. ആ എല്ലാം ഒന്നാണ് എന്നുള്ള അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയായിട്ട് ആ പരമാനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ശ്ലോകം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദഗ്ധാശയ, ആശയം അതായത് അന്ധകരണം ഇല്ലാതെ ആയിട്ടുള്ള, നശിച്ചു കഴിഞ്ഞിട്ടുള്ള ആള്, അതുപോലെ മുക്ത സമസ്ത തദ്ഗുണ, ആ അന്ധകരണത്തിന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ സ്വഭാവവും ഇല്ലാതെ ആയിട്ട് അതിന്നൊക്കെ മോചിപ്പിക്കപ്പെട്ട ആള്, അങ്ങനെയുള്ള ആള് പിന്നീട് ആത്മനഃ ബഹിഃ അന്തഃ ന വിചഷ്ടേ, ആത്മാവിൽ നിന്ന് പുറത്തായിട്ടും അകത്തായിട്ടും ഒന്നും കാണുന്നില്ല. അതായത് ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളില് വേറെ, അതിന്റെ പുറത്ത് വേറെ, അതായത് അതിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്ന് കാണുന്നില്ല. എല്ലാത്തിലും ആ ഭഗവാന്റെ ചൈതന്യം, ആ ബ്രഹ്മത്തെ ആണ് കാണുന്നത്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വപാകേശ, നമ്മൾ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ എന്തിനെ കാണുമ്പോഴും അതിൽ ഭഗവാന്റെ ചൈതന്യത്തെ കാണുന്നു.
അപ്പൊ ഈ ഭേദഭാവം ഉണ്ടാവുന്നില്ല, രണ്ട് ആണ് എന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് പുറത്തും അകത്തും ഒന്നും കാണുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്ന ഈ വ്യവധാനം പുരസ്താത് പരഹ ആത്മനഹാച യത് വ്യവധാനം ആസീത്. മുമ്പ് എന്തൊരു വ്യവധാനമാണോ, മറവാണോ ഈ ആത്മാവിനെയും മറ്റുള്ളതിനെയും മറച്ചിരുന്നത്, വേർപെടുത്തിയിരുന്നത്, അത് നശിക്കുന്നു. തദ്വിനാശേ, ആ അന്ധകരണത്തിന്റെ നാശം ഉണ്ടാവുന്ന സമയത്ത് അത് സ്വപ്നേ യഥാ പുരുഷ, ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് ഉണ്ടാവുന്ന ആ അവസ്ഥയിൽ എങ്ങനെയാണോ അതൊന്നും ഇല്ലാതെയാവുന്നത്, അതൊന്നും പ്രസക്തമല്ലാതാവുന്നത്. അപ്പൊ ഇല്ലാതെ ആവുക എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ടതൊക്കെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പ്രസക്തമല്ലാതാവുന്നു. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ സ്വപ്നത്തെ പറ്റി ആലോചിച്ചിട്ട് അയ്യോ സ്വപ്നത്തിൽ അങ്ങനെ പറ്റിയല്ലോ, സ്വപ്നത്തിൽ ഇത് പറ്റിയല്ലോ, സ്വപ്നത്തിൽ അവൾ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊന്നും പറയാറില്ല, സ്വപ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ ഇതൊന്നും, ഈ കാണുന്നതൊന്നും പ്രസക്തമല്ലാതാവുന്നു അന്ധകരണത്തിന്റെ നാശത്തിൽ, അന്ധകരണം ഇല്ലാതെ ആവുമ്പോൾ. അപ്പൊ ഒന്നുകൂടി ശ്ലോകം വായിക്കാം. ദഗ്ധാശയോ മുക്ത സമസ്ത തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോര്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ. ഇവിടെ അന്ധകരണം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദ്വൈതഭാവം, താനെന്നും താനല്ലാത്തതെന്നും ഉള്ള ആ ദ്വൈതഭാവം ഇല്ലാതെയാവും എന്ന് പറഞ്ഞു. ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ആസക്തി ഇല്ലാതെയാവുകയും വീണ്ടും ഒരു സംസ്കാരം രൂപപ്പെടാതിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെതായിട്ടുള്ള പലതും ചെയ്യേണ്ടി വരും, സ്വന്തം ധർമ്മം ചെയ്യേണ്ടി വരും. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിലുള്ള ആസക്തി ഇല്ലാതെയാകും എന്നുള്ളതാണ് ഈ ജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട്. ആസക്തി ഇല്ലാതെയായി കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ നിന്ന് വീണ്ടും സംസ്കാരം രൂപപ്പെടാതെ ഇരിക്കും. അങ്ങനെ വീണ്ടും നമ്മളെ അത് ബന്ധിക്കാതിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇതിനോട് ഉള്ള ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലം, അതിന്റെ ഗുണവും ദോഷവും, അതിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്ന വികാരങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നു. അതിനനുസരിച്ചിട്ട് സംസ്കാരം രൂപപ്പെടുന്നു, അതനുസരിച്ചിട്ട് പുണ്യപാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അത് അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരുന്നു. നേരെ മറിച്ച് ഈ ആസക്തി ഇല്ലാതെ ഇത് ഭഗവാന്റെ നിയോഗമാണ്, ഞാനൊരു നിമിത്തം മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടി കർമ്മയോഗം അനുഷ്ഠിക്കുകയാണെങ്കിൽ, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് നമ്മളെ ബാധിക്കില്ല. ഇങ്ങനെ ആ ഗുരു ഉപദേശം കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാന വൈരാഗ്യങ്ങളുടെ ശക്തിയാൽ അഗ്നി വിറകിനെ തന്നെ നശിപ്പിക്കുന്നത് പോലെ, വിറക് തന്നെ പിന്നീട് കത്തി കത്തി അത് ഇല്ലാതെ ആവുന്നത് പോലെ നമ്മുടെ അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ആ അന്ധകരണം തന്നെ ഇല്ലാതെയാവുന്നു എന്ന് പറഞ്ഞു. ഈ അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്ന വാസനകളാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തില് പറയുന്നു. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ
പുമാൻ പശ്യതി നാന്യതാ ആത്മാനമിന്ദ്രിയാർത്ഥം ച ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ ആത്മാനം ഇന്ദ്രിയാർത്ഥം ച ആത്മാനം ഇന്ദ്രിയാർത്ഥം ച പരം യത് ഉഭയോഃ അപി സതി ആശയേ ഉപാധൗ വൈ പുമാൻ പശ്യതി ന അന്യതാ ഉപാധൗ ആശയേ സതി ആത്മാനം ഇന്ദ്രിയാർത്ഥം ച ഉഭയോഃ അപി പരം പുമാൻ പശ്യതി അന്യതാ ന. അതാണ് നമ്മൾ ഗദ്യരൂപത്തിലേക്ക് ആക്കുമ്പോഴും. ആത്മാനം ഇന്ദ്രിയാർത്ഥം ച ആത്മാവിനെയും ഇന്ദ്രിയാർത്ഥത്തെയും അതിന് അപ്പുറത്തുള്ളതിനെയും കാണുന്നത് ഉപാധി ഉള്ളപ്പോൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഉപാധൗ ആശയേ സതി ഉപാധിയായ ആശയം ഉള്ള സമയത്ത് മാത്രം. ഈ സതി എന്നുള്ളത് സംസ്കൃതത്തിലെ ഒരു സവിശേഷ പ്രയോഗമാണ്. സതി സപ്തമി പ്രയോഗം എന്ന് പറയും. അങ്ങനെ ഉള്ളപ്പോൾ എന്നുള്ള അർത്ഥം നമുക്ക് ഇവിടെ എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉപാധിയായിട്ടുള്ള അന്ധകരണം ഉള്ളപ്പോൾ അപ്പോൾ മാത്രമാണ് ആശയം എന്നുള്ളതിന് അന്ധകരണം എന്നുള്ള അർത്ഥം. അപ്പോഴാണ് ആത്മാനം ഇന്ദ്രിയാർത്ഥം ച ആത്മാവിനെയും ഇന്ദ്രിയാർത്ഥത്തെയും ഇന്ദ്രിയങ്ങൾക്ക് അർത്ഥമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് കണ്ണിന് അർത്ഥമായിട്ടുള്ള കണ്ണിന് കാണേണ്ടുന്ന ആ കാഴ്ചകൾ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചകള്, അതുപോലെ ചെവിക്ക് വിഷയമായിട്ടുള്ള കേൾക്കുന്ന കാര്യങ്ങള്, അതുപോലെ ത്വക്കിന് വിഷയമായിട്ടുള്ള സ്പർശിക്കാനുള്ള വിഷയങ്ങള്, ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള ഈ ലോകത്തിലെ ഈ കാര്യങ്ങള്, ഈ വിഷയങ്ങളൊക്കെ അതൊക്കെ. അപ്പൊ ആത്മാനം ഇന്ദ്രിയാർത്ഥം ച അപ്പൊ താൻ എന്നുള്ള ഒരു ആത്മാവുണ്ട്. ഇനി അതല്ലാതെ ഇന്ദ്രിയാർത്ഥങ്ങളും ഉണ്ട്. ആ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള വിഷയങ്ങള് ഈ ലോകത്തില് ധാരാളം ഉണ്ട്. അങ്ങനെ ഇത് രണ്ടും, അതായത് താൻ എന്നുള്ള ഞാൻ എന്നുള്ള അനുഭവിക്കുന്ന ഒരാള്, ആ അനുഭവിക്കാനുള്ള വസ്തുക്കള് അത് വേറെയായിട്ട്, ഇനി തത് ഉഭയോഹോ അപി പരം. ഉഭയോഹോ എന്ന് വെച്ചാൽ രണ്ടിന്റെയും എന്നാണ് അർത്ഥം. നമ്മള് ഉഭയം എന്ന് പറയല്ലോ രണ്ട് എന്നുള്ളതിന്. ഉഭയോഹോ അപി പരം, ഈ രണ്ടിന്റെയും പരമായിട്ട് വേറൊന്ന്, രണ്ടിന്റെ അപ്പുറത്തേക്ക് വേറൊന്ന്. അതായത് അനുഭവിക്കുന്ന ആള്, അനുഭവിക്കാനുള്ള വസ്തുക്കള്, ഇത് രണ്ടും അല്ലാത്ത ആ അനുഭവം എന്നുള്ളത്. ഇപ്പൊ ഒന്നിനെ കാണുന്ന സമയത്ത് കാണുന്ന ഞാൻ, ആ കാണപ്പെടുന്ന വസ്തു, ആ കാണുന്നു എന്നുള്ള പ്രവൃത്തി, കാഴ്ച, കാണുന്നു എന്നുള്ള പ്രവൃത്തി, ഇങ്ങനെ ഉഭയോഹോ അപി പരം, അത് രണ്ടിന്റെയും അപ്പുറത്തുള്ള ഒന്ന്. ഇതൊക്കെ പുമാൻ പശ്യതി, ഇതൊക്കെ മനുഷ്യൻ കാണുന്നത് എപ്പോഴാണ്? ഉപാധൗ ആശയേ സതി, ഉപാധിയായിട്ടുള്ള അന്ധകരണം ഉള്ളപ്പോൾ മാത്രമാണ് ഈ മൂന്ന് തരത്തില് നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാൾ, ഞാൻ ഉണ്ട്,
ഇനി അനുഭവിക്കാനായിട്ടുള്ള വസ്തുക്കൾ, കാണപ്പെടേണ്ടതായിട്ടുള്ള, കേൾക്കപ്പെടേണ്ടതായിട്ടുള്ള, സ്പർശിക്കപ്പെടേണ്ടതായിട്ടുള്ള, രുചിക്കേണ്ടതായിട്ടുള്ള, ഇങ്ങനെ ഉള്ള ധാരാളം വിഷയങ്ങൾ ഈ ലോകത്തില് ഉണ്ട് എന്ന്. അപ്പൊ ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഞാനുണ്ട്, ഈ അനുഭവപ്പെടാനായിട്ടുള്ള വിഷയങ്ങള് വേറെ ലോകത്തില് ധാരാളമുണ്ട്. ഇത് രണ്ടുമല്ലാതെ ഈ അനുഭവം എന്നുള്ളത് വേറൊന്ന് ഉണ്ട്. ഇങ്ങനെ മൂന്ന് ആയിട്ട് കാണുന്നത് ഉപാധൗ ആശയേ സതി, ഉപാധിയായിട്ടുള്ള ആ അന്ധകരണം ഉള്ളപ്പോൾ മാത്രമാണ്. അന്യത ന, അല്ലെങ്കിൽ അല്ലാത്ത അവസ്ഥയില് ന, ഇതൊന്നും ഇല്ല. അപ്പൊ ഈ മൂന്ന് ഇതിനെ ത്രിപുടി എന്ന് പറയും. ഈ ത്രിപുടി അഴിയുക എന്നുള്ളതാണ് വേണ്ടത് എന്നൊക്കെ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലൊക്കെ പറയും. ത്രിപുടി അഴിഞ്ഞു തെളിഞ്ഞു എന്നൊക്കെ പറയും. അതായത് ഈ മൂന്ന് എന്നുള്ളത് അത് ഇല്ലാതെയാവണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അനുഭവിക്കുന്ന ഒരാള്, അനുഭവിക്കാനുള്ള വസ്തുക്കള് വേറെ, അത് അനുഭവിക്കുക എന്നുള്ള അത് വേറെ, ഇങ്ങനെ ഈ മൂന്ന് തരം, ഇത് ഇല്ലാതെയാവുകയാണ് വേണ്ടത്. ഇങ്ങനെ തോന്നുന്നത് എപ്പോഴാണ്? അന്ധകരണം ഉള്ളപ്പോഴാണ്. അപ്പൊ ഈ ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് ഇതൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അവിടെ ഒരാള് മാത്രമേ ഉള്ളൂ, ഞാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷമങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും വളരെ സുഖമായിട്ട് തോന്നുന്നത് ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് വേദാന്തത്തിൽ പറയും ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന്. പിന്നീട് നമ്മൾ പറയുന്നു, അത് അനുഭവിക്കുമ്പോഴല്ല, പിന്നീട് ഉണർന്നു കഴിഞ്ഞിട്ട് പറയുന്നു സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നു. അപ്പൊ ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നത് ഈ ഉറങ്ങുന്ന അവസ്ഥയിലാണ്. അപ്പൊ ആ സമയത്ത് എന്തില്ല? മറ്റ് വിഷയങ്ങളില്ല, വിഷയ അനുഭവങ്ങളില്ല. അതുകൊണ്ടാണ് അത് ആനന്ദമായിട്ട് തോന്നുന്നത്, പിന്നീട് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഈ ഭേദ ബുദ്ധി ഇല്ലാതെയായാൽ, ഈ മൂന്ന് വസ്തുതകൾ, ഈ ത്രിപുടി ഇല്ലാതെയായാൽ അവിടെ ആ പരമാനന്ദം ഉണ്ടാകുന്നു. ഈ ബുദ്ധി, അഹങ്കാരം, ചിത്തം ഒക്കെ ഉണ്ടാവുമ്പോഴാണ് എന്ത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും, എനിക്ക് നല്ലതായിട്ടും ചീത്തയായിട്ടും, എനിക്ക് വേണ്ടതായിട്ടും വേണ്ടാത്തതായിട്ടും, സുഖമായിട്ടും ദുഃഖമായിട്ടും, സന്തോഷമായിട്ടും സന്താപമായിട്ടും, ഭയമായിട്ടും അഭയമായിട്ടും ഒക്കെ ഇങ്ങനെ രണ്ട് 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 എന്ന് തോന്നുന്നത് ഇങ്ങനെ മൂന്ന് ഉള്ളതായിട്ട് തോന്നുമ്പോഴാണ്. ഇപ്പൊ ഞാൻ കാണുന്നു, എനിക്ക് ഈ അനുഭവിക്കുന്ന ഒരാളുണ്ട്, അതിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊന്നുണ്ട് എന്ന് നമ്മൾ കരുതുന്നു. അപ്പൊ എനിക്ക് കാണപ്പെടേണ്ടതായിട്ട് ചിലതുണ്ട്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് ചിലതുണ്ട്, അപ്പൊ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ചിലതുണ്ട്. അങ്ങനെയൊക്കെ ഈ ഭേദബുദ്ധി തോന്നുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, സുഖവും ദുഃഖവും ഒക്കെ, അസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാവുന്നത്, വിഷാദം ഒക്കെ ഉണ്ടാവുന്നത് ഭേദബുദ്ധി ഉണ്ടാവുമ്പോഴാണ്. ഈ ഭേദബുദ്ധി ഉണ്ടാവുന്നത് ഈ അന്ധകരണം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അന്ധകരണം എന്ന ഉപാധി ഇല്ലാതെ ആയാൽ ഈ മൂന്ന് ഇല്ലാതെ ആവും. എന്തൊക്കെയാണ്? ആത്മാവ്, ആത്മാവിൽ നിന്ന് പരമായിട്ടുള്ള ഇന്ദ്രിയാർത്ഥം, ആത്മാവല്ലാതെയുള്ള ആ ഇന്ദ്രിയാർത്ഥങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് അർത്ഥിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ, ലോകത്തിലെ പലതരത്തിലുള്ള വിഷയങ്ങൾ. അപ്പൊ ഇതിനെ നമുക്ക് ഈ അനുഭവിക്കാനുള്ള വിഷയങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഭൗതിക ലോകത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ഒരു കുറഞ്ഞ തരത്തിലുള്ള ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ ഇനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാവിനെ ഏതൊക്കെ തരത്തിൽ രുചിപ്പിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നു. അപ്പൊ അനുഭവിക്കാനുള്ള ഒന്ന് ഈ വിഷയങ്ങള്, വേറൊന്ന്
അതിന്റെ അനുഭവം വേറൊന്ന്. ഇങ്ങനെ ഉഭയോഹോ പരം, ഈ അനുഭവിക്കുന്ന ഞാൻ, അനുഭവിക്കപ്പെടാനുള്ള വസ്തു, അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള വേറൊന്ന്, ഇതൊക്കെ തോന്നുന്നത് ഉപാധൗ ആശയേ സതി, ഈ ഉപാധിയായിട്ടുള്ള അന്ധകരണം ഉണ്ടാവുമ്പോഴാണ്. അല്ലെങ്കിൽ പുമാൻ ന പശ്യതി, അന്യത വേറൊരു തരത്തിലാണെങ്കിൽ, അതായത് അന്ധകരണം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അന്യത ന, അതില്ല, ഇങ്ങനെ വേറെ ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ ഈ അന്ധകരണം ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാസനകൾ ഇല്ലാതെയാവുക എന്നുള്ള അർത്ഥം. അപ്പൊ കാണുന്നതൊക്കെ വീണ്ടും പിന്നീട് നമ്മൾ കാണും. അതായത് ഗുരുവിന്റെ അടുത്തെത്തി ഈ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായാലും ഈ കാണുന്നതൊക്കെ നമ്മൾ കാണും, പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നില്ല. അതായത് അത് നമ്മിൽ നിന്ന് ഭിന്നമാണ് എന്ന് തോന്നുന്നില്ല. എല്ലാത്തിലും ഉള്ള ആ ഏകമായ ചൈതന്യത്തെ അറിയുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഓരോന്നും വേറെ വേറെ വേറെയാണ്, അനുഭവിക്കുന്ന ആള് വേറെയാണ്, അനുഭവം വേറെയാണ്, ഇങ്ങനെ നമുക്ക് തോന്നുന്നില്ല. അപ്പൊ ആ പുറമെ കാണുന്നത് അന്ധകരണത്തെ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ലോകത്തില് വളരെ കുറച്ചു പേർക്ക് മാത്രം ഇത് സാധിക്കുന്നത്. അപ്പൊ നമ്മള് അതിനായിട്ടുള്ള ഉപാസനകള് ചെയ്യുക, ആ മാർഗത്തിൽ സഞ്ചരിക്കുക, അത്രേ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ആ ഈശ്വരാനുഗ്രഹം, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഇത് പറഞ്ഞു, ഇങ്ങനെ മൂന്നായിട്ട് തോന്നുന്നത് അന്ധകരണം ഉള്ളപ്പോഴാണ്, അല്ലാത്തപ്പോ ഇല്ല. ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യത. ഈ പറഞ്ഞതിന് ഒരു ഉദാഹരണം പറയാണ് അടുത്ത ശ്ലോകത്തില്. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. നിമിത്തേ സതി സർവത്ര ജലാദൗ അപി, ജലാദാവപി എന്നുള്ളത് ജലാദൗ അധികം അപി, ജലാദൗ അപി പൂരുഷഃ ആത്മനഃ ച, ആത്മനശ്ച ആത്മനഃ ച പരസ്യ അപി, പരസ്യാപി പരസ്യ അപി ഭിദാം പശ്യതി ന അന്യത, ന അന്യത. ജലാദൗ നിമിത്തേ സതി സർവത്ര പുരുഷഃ ആത്മനഃ പരസ്യാ ച ഭിദാം പശ്യതി അന്യത ന. കഴിഞ്ഞ ശ്ലോകത്തില് അന്ധകരണം എന്ന ഉപാധി ഉള്ളപ്പോൾ മാത്രമേ
തനിക്കും ഇന്ദ്രിയാർത്ഥങ്ങൾക്കും അതുപോലെ ആ അനുഭവങ്ങൾക്കും ഭേദം തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. ജലാദൗ നിമിത്തേ സതി, ജലം മുതലായിട്ടുള്ള നിമിത്തം കാരണങ്ങള് ഉള്ളപ്പോൾ മാത്രമാണ് സർവത്ര പൂരുഷഃ ആത്മനഃ പരസ്യച ഭിദാം പശ്യതി. എല്ലായിടത്തും പുരുഷഃ, പുരുഷൻ എന്നുള്ളതിന് മനുഷ്യൻ എന്നുള്ള അർത്ഥം. മനുഷ്യൻ ആത്മനഃ പരസ്യച ഭിദാം പശ്യതി, തനിക്കും വേറൊന്നിനും വേറൊരാൾക്കും ഉള്ള ഭേദം കാണുന്നത് അന്യത മറ്റുള്ള സമയങ്ങളില് ഇല്ല. അപ്പൊ മനുഷ്യൻ തന്റെ പ്രതിബിംബം കാണണമെങ്കിൽ അല്ലെങ്കിൽ വേറൊന്നായിട്ട് തന്നെ വേറെ ഒരു രൂപത്തില് താനല്ലാതെ വേറൊന്ന് ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം. ചിലപ്പോ വെള്ളത്തില് തന്റെ പ്രതിബിംബം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ വെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാധി ഉള്ളപ്പോഴാണ് ജലാദവും, ജലം മുതലായിട്ടുള്ള ഉപാധി ഉള്ളപ്പോഴാണ് തനിക്ക് അന്യനായിട്ട് വേറൊന്ന് ഉണ്ട് എന്ന് തോന്നും. തന്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒന്നുണ്ട്, വേറൊന്ന് അവിടെ ഉണ്ട് എന്ന് തോന്നും. അപ്പൊ അങ്ങനെ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം. വെള്ളം അല്ലെങ്കിൽ വേറെ ആ വെളിച്ചത്തിന്റെ ഇത് വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടെങ്കിൽ മാത്രമേ ആ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ആ ബന്ധം അത് വേണം. അങ്ങനെ എന്തെങ്കിലും ഉപാധി ഉള്ളപ്പോ മാത്രമേ അങ്ങനെ തോന്നുന്നുള്ളൂ. ആത്മനഃ പരസ്യാച ഭിദാം, താനും വേറൊരാളും തമ്മിലുള്ള ഭേദം, വ്യത്യാസം, താനും തന്റെ പ്രതിബിംബവും. അങ്ങനെ അല്ലാത്തപ്പോൾ അത് ഇല്ല. ഇപ്പൊ ഈ ജലത്തിലെ പ്രതിബിംബം കാണുന്നു, ആ ജലമില്ലെങ്കിൽ എന്തില്ല, ആ പ്രതിബിംബം ഇല്ല. നമ്മള് കടലിലെ വെള്ളം ഒരു കുടത്തിലാക്കിയിട്ട് വെക്കുന്ന സമയത്ത് ചിലപ്പോ ഈ സൂര്യന്റെ പ്രതിബിംബം കാണുന്ന സമയത്ത് എന്ത് തോന്നും, സൂര്യൻ ഈ കുടത്തില് ഉണ്ട് എന്ന് തോന്നും. ആ കുടം ഉടയ്ക്കുന്ന സമയത്ത് എന്തായി, ആ പ്രതിബിംബം ഇല്ലാതെയാവും. ഇനി ഈ വെള്ളം എടുത്തു വെക്കുന്ന സമയത്ത് എന്ത് തോന്നുന്നു, രണ്ടുണ്ട് എന്ന് തോന്നും. കുടത്തിലെ വെള്ളമുണ്ട്, അതുപോലെ വേറൊരു വെള്ളം സമുദ്രത്തിലുണ്ട്. ഈ കുടം ഉടഞ്ഞു കഴിഞ്ഞ് അത് സമുദ്രത്തിനോട് ചേരുന്ന സമയത്ത് എന്താണ്, എല്ലാം ഒന്നാണ്. അതൊരു ഉപാധി മാത്രമായിരുന്നു. അതുപോലെ നമ്മുടെ വെള്ളം ഏതൊരു പാത്രത്തിലാണോ എടുക്കുന്നത് അതിന്റെ ആകൃതി വെള്ളത്തിനുണ്ട് എന്ന് തോന്നും. ഇതൊക്കെ എപ്പോഴാണ്, ഈ ഉപാധി ഉള്ളപ്പോഴാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. സൂര്യൻ യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ. അത് ഈ കുടത്തിലെ പ്രതിഫലിക്കുന്ന സമയത്ത് അതിന് ഒരു രൂപം, ഒരു ആ കുടത്തിന്റെ ഉള്ളിലാണ് എന്ന് തോന്നും. അത് വേറൊരിടത്ത് അതിന്റെ പ്രതിബിംബം കാണുന്ന സമയത്ത് അവിടെയാണ് എന്ന് തോന്നും. ഇതൊക്കെ ഈ ഉപാധി ഉള്ളപ്പോഴാണ്. ആ വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇല്ല. അതുപോലെ നമുക്ക് ഈ ഭേദബുദ്ധി തോന്നുന്നത് ആ അന്ധകരണം ഉള്ളപ്പോൾ മാത്രമാണ്. നമ്മുടെ മനസ്സ്, ബുദ്ധി ഒക്കെയാണ് ഈ പലതരത്തിലുള്ള വാസനകളെ കൊണ്ട് ഓരോന്ന് സങ്കല്പിച്ച്, അതായത് നമ്മൾ സങ്കല്പിക്കുകയാണ് ഈ ദ്വന്ദ്വ ഭാവങ്ങളൊക്കെ, ചിലത് നല്ലതെന്നും ചിലത് ചീത്തയെന്നും, ചിലത് അനുകൂലെന്നും ചിലത് പ്രതികൂലെന്നും, ശീതമെന്നും ഉഷ്ണമെന്നും, ഇങ്ങനെ എന്തൊക്കെ ദ്വന്ദ്വ ഭാവങ്ങൾ, ദ്വൈതങ്ങൾ ഉണ്ടോ അതൊക്കെ സങ്കല്പിച്ച് ഉണ്ടാക്കുകയാണ്. ആ അന്ധകരണത്തിന്റെ വാസനകൾ ഇല്ലാതെ ആവുന്ന സമയത്ത് ഈ വ്യത്യാസങ്ങള് ഇല്ലാതെ ആവുന്നു. അപ്പൊ ആ ഉപാധി നശിക്കുകയാണ് വേണ്ടത്. അതാണ് ഗുരുപദേശം കൊണ്ട് സാധ്യമാവുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഉപാധി ഉള്ളപ്പോൾ മാത്രമേ രണ്ട് എന്നുള്ളത് ഉള്ളൂ. ഇപ്പൊ ചിലപ്പോ ഈ പ്രതിബിംബത്തെ പറ്റി അറിയാത്തവര്, ചെറിയ കുട്ടികളൊക്കെ എന്ത് വിചാരിക്കുന്നു,
ഈ രണ്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വെള്ളത്തിൽ അതിന്റെ നിഴല് കാണുന്ന സമയത്ത് വെള്ളത്തില് ഒന്നുണ്ട്, കരയ്ക്ക് വേറൊന്നുണ്ട്, അങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ ആ വെള്ളം ഇല്ലെങ്കിൽ, ആ ഉപാധി ഇല്ലാതെയായാൽ, ആ വെള്ളം അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ രണ്ട് എന്നുള്ളത് ഇല്ലാതെ ആവുന്നു, ഒന്ന് മാത്രമാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ ഈ അന്ധകരണത്തിന്റെ വാസനകളെ, അന്ധകരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ, അതില്ലാതെയായാൽ ഈ രണ്ട് എന്നുള്ള ഭാവം ഇല്ലാതെയാവുന്നു. പാരമാർത്ഥികമായിട്ട്, ആത്യന്തികമായിട്ട് ഒന്നേ ഉള്ളൂ എന്നുള്ള ഭാവം എപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നുവോ ആ സമയത്ത് എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ഭേദബുദ്ധി ഒന്നും ഇല്ലാതെയായിട്ട് ആ ആത്യന്തികമായിട്ടുള്ള ശാന്തിയിലേക്ക് എത്തിച്ചേരുന്നു, ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഇവിടെ ഈ ഉപാധിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ശ്ലോകം നോക്കാം. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യതാ. ഇനി അതില്ലെങ്കിൽ, അതായത് ഈ ഭഗവാനില് ഭക്തി ഉണ്ടാവുക, ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ആചാര്യന്റെ അടുത്ത് എത്തിച്ചേരുക, ഇങ്ങനെ ആ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവുക, ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? അതായത് നമ്മളൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ശ്ലോകം മുതൽ പറയുന്നത്.